രാവണ, അങ്ങ് ഭവന നിർമ്മാണം നടത്തിക്കൊണ്ട് കൈലാസത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ്. ശിവഗണങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു രാവണ, സ്ഥാനം നഷ്ടപ്പെട്ടു. പക്ഷേ നാം എന്തിനാണ് അങ്ങയെ കുറ്റപ്പെടുത്തുന്നത് രാവണ? യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് ആ മുനിയാണ്, നാരദ മുനി. നാരദൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നാരദ മുനി സ്വയം ഒളിക്കാനായി സ്ഥാനം കണ്ടെത്തിക്കോളൂ. കാരണം കൈലാസം ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചത് അങ്ങ് കാരണമാണ് നാരദ. ഹര ഹര മഹാദേവ. ഇത് സത്യമാണ് നാരായണ. സതി അനസൂയ ത്രിമൂർത്തികളെ സന്താനമായി പ്രാപ്തമാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. മറുവശത്ത് മഹാദേവൻ കൈലാസത്തിന്റെ സ്വരൂപം മാറ്റുന്നതിന് സമ്മതവും അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് ചിന്തിക്കേണ്ട വിഷയം കൈലാസമല്ല, മഹാസതി അനസൂയയാണ്. അങ്ങനെ എന്ത് ചിന്തയാണ് സ്വാമി? സതി അനസൂയ ത്രിമൂർത്തികളെ സന്താന രൂപത്തിൽ പ്രാപ്തമാക്കുമെന്ന വാശിയിലാണ്. അതിന്റെ പരിണാമം എന്താണ്? അത് സൃഷ്ടിയുടെ സംരക്ഷണത്തിൽ നേരിട്ട് പതിക്കുന്നതാണ് ദേവി. അല്ലയോ ത്രിമൂർത്തികളെ, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വര, നിങ്ങളെ 3 പേരെയും പുത്രരൂപത്തിൽ പ്രാപ്തമാക്കുമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ മഹാസതി അനസൂയ ശിവന്റെ പഞ്ചാക്ഷര മന്ത്രത്തെ കോടിക്കണക്കിന് തവണ ജപിക്കുന്നതാണ്. ഈ ജപം പൂർണ്ണമാകാതെ ഞാൻ ഈ സ്ഥാനത്ത് നിന്നും വ്യതിചലിക്കുകയില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അങ്ങൊരു സതിയുടെ വചനവും അവളുടെ ജപത്തിന്റെയും തപത്തിന്റെയും ഫലവും തീർച്ചയായും പ്രദാനം ചെയ്യുമെന്ന്. നിങ്ങൾ 3 പേരും നമ്മുടെ പുത്രനായി വന്ന് എന്റെ അപൂർണമായ മാതൃത്വത്തെ പൂർണ്ണമാക്കുമെന്ന്. ദുഃഖകരം, അത്യന്തം ദുഃഖകരം. എന്തുണ്ടായി ഋഷിവര്യ? അങ്ങക്ക് ഈ ഭവനത്തിൽ എന്തെങ്കിലും കുറവുള്ളതായി തോന്നുന്നുണ്ടോ? കുറവുകൾ ധാരാളമുണ്ട്. എന്നോട് ശീഘ്രം തന്നെ ആ കുറവുകൾ എന്താണെന്ന് പറഞ്ഞാലും എനിക്കത് എത്രയും വേഗം പരിഹരിക്കേണ്ടതാണ്. ഈ ഭവനത്തിന്റെ കുറവ് ഇതാണ്. ഇത് അവർണ്ണനീയമാണ്, അകൽപ്പനീയമാണ്. അത് നല്ല കാര്യമാണല്ലോ ദേവർഷി. അതുതന്നെയാണ് തെറ്റ്. ഋഷിമാരുടെയും
സന്യാസിമാരുടെയും സ്വർഗമായ കൈലാസത്തിൽ അങ്ങ് ലൗകികമായ ഭവനം നിർമ്മിച്ചു രാവണ. പാവനമായ കൈലാസത്തിൽ ഭവനം നിർമ്മിച്ചുകൊണ്ട് അതിന്റെ പവിത്രതയെ അങ്ങ് കലുഷിതമാക്കിയിരിക്കുന്നു. പക്ഷേ ഞാൻ എന്റെ മഹാദേവൻ നൽകിയ ഉത്തരവാണ് പാലിച്ചത് ദേവർഷേ. എന്തായിരുന്നോ മഹാദേവന്റെ ഉത്തരവ്? അതങ്ങേക്കുള്ള പരീക്ഷണമായിരുന്നു രാവണ. അങ്ങ് മഹാദേവന്റെ വാക്കുകൾ മറന്നുപോയോ? ഇതൊരു പരീക്ഷണമായിരുന്നു ദശാനന. ഇന്ന് അങ്ങേക്കുള്ള പരീക്ഷണമാണ് രാവണ. ഒരു ഭക്തൻ സ്വന്തം പ്രഭുവിന്റെ ഭാവത്തെ എത്ര നന്നായി മനസ്സിലാക്കുന്നുവെന്ന് അറിയണമല്ലോ. അതെ, പരീക്ഷണമാണ്. നമ്മുടെ ഭവന നിർമ്മാണം എന്ന കലയുടെ പരീക്ഷണം ഒരു ഭക്തന്റെ പരീക്ഷണമാണ് ദേവർഷേ. അതാണല്ലോ മഹാദേവൻ അറിയാൻ ആഗ്രഹിച്ചത്. ഇതാണ് അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് ദശവിദ്യകളെക്കുറിച്ചുള്ള ജ്ഞാനം പ്രാപ്തമാക്കി രാവണനായ അങ്ങ് ദശാനനായി തീർന്നിട്ട് എന്താണ് പഠിച്ചതെന്ന്. അദ്ദേഹത്തിന് പ്രകൃതിയുടെ നിയമങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടോ അതോ ഇല്ലയോ എന്ന്. ദേവർഷി, ഭവനത്തിന് പ്രകൃതിയുടെ നിയമങ്ങളുമായി എന്ത് ബന്ധമാണുള്ളത്? തകർക്കാനാകാത്ത ബന്ധമുണ്ട്. നിയമങ്ങളുമായും ബന്ധമുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഈ മൂവരും ആദികാലം മുതൽക്കേ മൂവരുടെയും രൂപവും സ്വരൂപവും ലോകവും ഒരുപോലെ തന്നെയാണ്. അതിൽ യാതൊരു പരിവർത്തനവും ഉണ്ടായിട്ടില്ല. എന്നാൽ അങ്ങ് സ്വതന്ത്രവും മുക്തവുമായ കൈലാസത്തിൽ ഭവനം നിർമ്മിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാന സ്വരൂപം തന്നെ മാറ്റിയിരിക്കുന്നു. ആദ്യകാലത്ത് സ്ഥാപിച്ച നിയമങ്ങളെ അങ്ങ് ഭേദിച്ചിരിക്കുകയാണ്. ഞാൻ ആ കാഴ്ചപ്പാടിലൂടെ ഒരിക്കലും ചിന്തിച്ചതേയില്ല. ഇനി എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കാനാണ്? മഹാശാപം ശിക്ഷയായി ലഭിക്കും. ഇല്ല, മഹാദേവന്റെ മഹാശാപമെന്നാണ്, നമ്മുടെ മഹാവിനാശമെന്നാണ് അതിന്റെ അർത്ഥം. ദേവർഷേ, നമ്മെ ഈ പാപത്തിൽ നിന്ന് രക്ഷിച്ചാലും എനിക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം പറഞ്ഞു തന്നാലും. രാവണ, ചിന്തിതനാകാതിരിക്കൂ. എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്താം. പൂജ പൂർണ്ണമായിരിക്കുന്നു. മാതാവേ, ഭവനം അവിടുത്തെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ? ഇല്ല, ആഗ്രഹിച്ചതിലും അധികം സുന്ദരമായിരിക്കുന്നു ഈ ഭവനം. സത്യം ഇതാണ്, അങ്ങ് നിർമ്മിച്ചു തന്നിരിക്കുന്ന ഈ ഭവനം സ്വർഗത്തേക്കാൾ സുന്ദരവും സമ്പൂർണവുമാണ്. എന്നാൽ ഒരു കാര്യം ഇപ്പോഴും അപൂർണമാണ് മാതാവേ. എന്ത് അപൂർണതയാണ് നാരദമുനി? വാസ്തുപൂജ കഴിഞ്ഞ് ബ്രാഹ്മണന് ദക്ഷിണ നൽകുന്നതുവരെ ഈ ശുഭകാര്യം അപൂർണമാണ്. ശാസ്ത്രമനുസരിച്ച് ഈ ഭവനത്തിന്റെ സ്വാമി ഇപ്പോഴും രാവണൻ തന്നെയാണ്, മാതാവ് പാർവതിയല്ല. കാരണം രാവണന് അദ്ദേഹത്തിന്റെ പരിശ്രമത്തിനുള്ള മൂല്യം ലഭിച്ചിട്ടില്ല, അതായത് ദക്ഷിണ നൽകിയിട്ടില്ല.
എപ്പോൾ രാവണന് അദ്ദേഹത്തിന്റെ പരിശ്രമത്തിനുള്ള മൂല്യം നൽകുന്നുവോ അപ്പോൾ ഈ ഭവനത്തിന്റെ സ്വാമിനിയായി മാതാവ് പാർവതി മാറുന്നതാണ്. നാരദമുനി, രാവണന്റെ പരിശ്രമത്തിന്റെ മൂല്യം ദക്ഷിണയായി മഹാദേവൻ തന്നെ നൽകുന്നതാണ്. തീർച്ചയായും. ദശാനന, അങ്ങയുടെ ആഗ്രഹം എന്തായാലും ചോദിച്ചുകൊള്ളൂ. ചോദിച്ചുകൊള്ളൂ ലങ്കേശ, ചോദിച്ചുകൊള്ളൂ. അതേ രാവണ, സംശയം കൂടാതെ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, ലഭിക്കുന്നതാണ്. ഈ ഭവനം നിർമ്മിച്ചുകൊണ്ട് അങ്ങയുടെ അനന്തമായ ഭക്തിയാണ് തെളിയിച്ചിരിക്കുന്നത്. സമയം പാഴാക്കാതെ ചോദിച്ചാലും മഹാദേവന്റെ മുൻപിൽ സമയം പാഴാക്കരുത്. ഇത് വരദാനമാണ്, ശാപമൊന്നുമല്ല. പിന്നെ എന്തിനാണ് ചിന്തിക്കുന്നത്? അല്ലയോ മഹാദേവ, നമ്മുടെ പക്കൽ അങ്ങ് നൽകിയ എല്ലാം തന്നെയുണ്ട്. എല്ലാ രീതിയിലും പരിപൂർണനാണ് ഞാൻ. എങ്കിലും എനിക്കെന്റെ മാതാവിന്റെയും എന്റെ ലങ്കയുടെയും സുരക്ഷയ്ക്കായി എന്റെ ദക്ഷിണയുടെ രൂപത്തിൽ ഈ ഭവനം തന്നെ ഞാൻ ചോദിക്കുകയാണ്. രാവണ, അങ്ങിതെന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? മറ്റെന്തെങ്കിലും ആവശ്യപ്പെട്ടുകൂടെ? ഇത് അനുചിതമാണ്. രാവണ, ഈ ഭവനം നമ്മുടെ പുത്രിയുടെ സ്വപ്നമാണ്. അത് അവൾക്ക് ആവശ്യമാണ്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യപ്പെടൂ, പക്ഷെ ഈ ഭവനം ലഭിക്കുകയില്ല. ദശാനന, ഈ നിമിഷം മുതൽ ഈ ഭവനം രാവണന്റേതാണ്. മഹാദേവ, അങ്ങ് നമ്മുടെ പുത്രിയോട് അന്യായമാണ് ചെയ്യുന്നത്. സ്വന്തം വാമഭാഗമായവളുടെ ആഗ്രഹത്തെ ഒരു അന്യന്റെ ആഗ്രഹത്തിന് മുൻപിൽ ബലി കൊടുക്കുകയാണ്. മാതാവേ, പാർവതി എന്താണോ ആവശ്യപ്പെട്ടത് നാം അത് നൽകി. അതുപോലെ രാവണൻ ഇപ്പോൾ ചോദിക്കുന്നു, അതെങ്ങനെ നൽകാതിരിക്കാനാകും? പക്ഷെ പാർവതി അങ്ങയുടെ ജീവിത പങ്കാളിയാണ്. രാവണൻ നമ്മുടെ ഭക്തനുമാണ്. അദ്ദേഹം അങ്ങയുടെ ബന്ധുവല്ല, സ്വന്തമെന്ന് പറയാൻ പറ്റുന്നതുമല്ല. നമുക്കാരും വ്യത്യസ്തരല്ല. നമുക്ക് സ്വന്തമായും ആരുമില്ല, അന്യനായും ആരുമില്ല. എല്ലാം സ്വന്തമാണ്. എല്ലാവരും ഒരുപോലെയുമാണ്.
ദശാനന, നിനക്ക് ഈ ഭവനം കൊണ്ടുപോകാവുന്നതാണ്. ഉത്തരവ് പോലെ പ്രഭു. അങ്ങ് നമ്മുടെ മകളോട് അന്യായമാണ് ചെയ്യുന്നത്. സ്വന്തം വാമഭാഗമായവളുടെ ആഗ്രഹത്തെ ഒരു അന്യന്റെ ആഗ്രഹത്തിന് മുൻപിൽ ബലി കൊടുക്കുകയാണ്. നമുക്കാരും വ്യത്യസ്തരല്ല. നമുക്ക് സ്വന്തമായും ആരുമില്ല, അന്യനായും ആരുമില്ല. എല്ലാം സ്വന്തമാണ്. എല്ലാവരും ഒരുപോലെയുമാണ്. ദശാനന, നിനക്ക് ഈ ഭവനം കൊണ്ടുപോകാവുന്നതാണ്. ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. എല്ലാം വ്യർത്ഥമായിരിക്കുന്നു. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. നടക്കാത്ത സ്വപ്നവുമായിട്ടാണ് ഞാനിവിടെ വന്നത്. എന്നിട്ട് എന്നോടൊപ്പം തന്നെ ശിവന്റെ അപമാനമാകുന്ന അഗ്നിയിൽ എന്റെ പുത്രി പാർവതിയെയും ബലി കൊടുത്തു. അമ്മ എവിടേക്കാ പോകുന്നത്? ഇവിടെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് നിന്റെ വിധി മാറ്റാൻ പറ്റില്ല പുത്രി. നീ അപമാനത്തിന്റെ അഗ്നിയിൽ ഇനിയും ദഹിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിനക്കും ഞാൻ അപമാനിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല.